രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പനീർ ഗീ റോസ്റ്റാണ് കാണാൻ പോണത്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പനീർ ഗീ റോസ്റ്റിന് ആദ്യം ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായ ശേഷം ഒരു 4-5 കപ്പലമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ 2-3 കാശ്മീരി റെഡ് ചില്ലി ഉണ്ടല്ലോ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മുടെ റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് പറയാം. 1 ടേബിൾ സ്പൂൺ കൊത്തമല്ലി ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 3-4 നമ്മുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ആറിയ ശേഷം ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കൂടെ തന്നെ 5-6 പല്ല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം നല്ല തിക്കായിട്ടെടുത്താണ്. വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം 400 ഗ്രാം പനീർ ചെറിയ ക്യൂബായിട്ട് മുറിച്ചത് ഇതിലേക്ക് പരത്തി ഇട്ട് കൊടുക്കാം. എന്നാലേ നല്ല റോസ്റ്റ് പോലെ ആയിക്കിട്ടുള്ളൂ. പിന്നെ ഈ പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാലിൽ നിന്ന് എടുക്കണ പനീറും അതുപോലെ തന്നെ പാൽപ്പൊടിയിൽ എടുക്കണ പനീറും നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെയ്യ് ചൂടായത് നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറുവശം തിരിച്ചിടുക. അതുപോലെ തന്നെ ആ വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ പനീർ നമ്മൾ റോസ്റ്റ് ചെയ്ത നെയ്യ് ഉണ്ടല്ലോ ഒരു കടായിലേക്ക് മാറ്റി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കട്ടിയായിട്ടുള്ള തൈരുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് ബാലൻസായി കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യണത്. അത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പനീർ ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ പനീർ ഗീ റോസ്റ്റ് റെഡിയായി. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 200 ഗ്രാം പനീർ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിയായിട്ട് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പനീർ ഗീ റോസ്റ്റ് പീസ് പുലാവിനൊപ്പം കഴിക്കാനാണ് ഉണ്ടാക്കിയത്. ഇത് പിന്നെ ചപ്പാത്തി, റൊട്ടി, പൊറോട്ടയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.